ഹലോ മച്ചാന്മാരെ, വെൽക്കം ബാക്ക്. ഞാൻ രാഹുൽ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ വെച്ച് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഫോളോവേഴ്സ് എല്ലാം നല്ല അടിപൊളിയായിട്ട് ഇൻക്രീസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി വെബ്സൈറ്റാണ് ഗൈസ് ഇന്നത്തെ വീഡിയോയുടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഫോളോവേഴ്സ് എല്ലാവർക്കും ഉറപ്പായിട്ടും കിട്ടും ഈ ഒരു ട്രിക്ക് ചെയ്ത് നോക്കിയാൽ. അപ്പോൾ എല്ലാവരും എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ ഗൈസ്. വീഡിയോ മുഴുവൻ കണ്ടു നോക്കുക, സ്കിപ്പ് അടിക്കാതെ കണ്ട ശേഷം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തൊന്ന് ഫേവറേറ്റ് ആക്കി വെക്കുക ഗൈസ്. അപ്പോൾ ഓരോന്ന് പറഞ്ഞ സമയം കളയാതെ ഇന്നത്തെ ഈ ഒരു ട്രിക്ക് ചെയ്ത് ഫോളോവേഴ്സ് കൂട്ടിയിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലെ അക്കൗണ്ടിലേക്ക് ഫോളോവേഴ്സ് അയച്ചു കൊടുത്ത് പ്രൂഫ് നോക്കാം ഗൈസ്. അപ്പോൾ ലെറ്റ്സ് ഗോ. ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ വെബ്സൈറ്റിൽ കയറാൻ ആവശ്യമായിട്ടുള്ള ലിങ്ക് ആണെങ്കിൽ വീഡിയോയ്ക്ക് ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ ഗൈസ്. വീഡിയോ മുഴുവൻ കണ്ട ശേഷം ഞാൻ കൊടുത്ത ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഓപ്പൺ വിത്ത് എന്ന് പറഞ്ഞ് ചോദിക്കും. അപ്പോൾ ക്രോം ബ്രൗസർ സെലക്ട് ചെയ്ത് തന്നെ വെബ്സൈറ്റിൽ കയറി വരും ഗൈസ്. ഇതുപോലത്തെ ഒരു അടിപൊളി വെബ്സൈറ്റിൽ കയറി വരും ഗൈസ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഫോളോവേഴ്സ് കൂട്ടിയിട്ടാണ് പ്രൂഫ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എത്ര ഫോളോവേഴ്സ് എല്ലാം കയറി വരുമെന്ന് ലൈവായിട്ട് പ്രൂഫും കാണിക്കുന്നുണ്ട്. എല്ലാവരും വീഡിയോ സ്കിപ്പ് അടിക്കാതെ കണ്ടു നോക്കുക. എല്ലാവരും ഈ ഒരു വെബ്സൈറ്റിൽ കയറി വന്നല്ലോ ഗൈസ്. കയറി വന്ന ശേഷം ഇനി ഇവിടെ കാണുന്ന ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത ലോഗിൻ എന്ന ഓപ്ഷൻ്റെ മേലിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ലോഗിൻ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ച് ലോഡായിട്ട് ഇതുപോലെ പേജ് വരും. വേറെ ഏതെങ്കിലും ലാംഗ്വേജ് കാണിച്ചാൽ ക്രോം ബ്രൗസറിൻ്റെ ടോപ്പ് റൈറ്റ് കാണുന്ന 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് ട്രാൻസ്ലേറ്റ് എന്ന ഭാഗത്തുകൂടി ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ട്രാൻസ്ലേറ്റ് ആയിട്ട് ഇംഗ്ലീഷിലോട്ടാവും ഗൈസ്. ഇവിടെ കാണാൻ വെച്ചാൽ ഫുൾ ലാംഗ്വേജ് ഇവിടെ ഇംഗ്ലീഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ എന്താ ചോദിക്കുന്നത് എന്ന് വെച്ചാൽ യൂസർ നെയിമും ചോദിക്കുന്നുണ്ട്, പാസ്വേഡും ചോദിക്കുന്നുണ്ട്. എന്ത് യൂസർ നെയിം പാസ്വേഡ് എന്ന് വെച്ചാൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫേക്ക് അക്കൗണ്ടിൻ്റെ യൂസർ നെയിമും പാസ്വേഡും വെച്ച് വേണം ലോഗിൻ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളിവിടെ ഒരിക്കലും റിയൽ അക്കൗണ്ടിൻ്റെ യൂസർ നെയിമും പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്യരുത് ഗൈസ്. ഏതൊരു ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ വെബ്സൈറ്റ് ആയിക്കോട്ടെ ഗൈസ്, നമ്മൾ ഫേക്ക് അക്കൗണ്ട് വെച്ച് ലോഗിൻ ചെയ്യുന്നു, എന്നിട്ട് റിയൽ അക്കൗണ്ടിൻ്റെ യൂസർ നെയിം മാത്രം കൊടുത്തിട്ട് റിയൽ അക്കൗണ്ടിലേക്ക് ഫോളോവേഴ്സ് അയച്ചു കൊടുക്കുന്നു ഗൈസ്. ആ ഒരു സ്കീം തന്നെയാണ് ഗൈസ് എല്ലാവിടെയും നടക്കുന്നത്, ഇവിടെയും നടക്കുന്നത് ഗൈസ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഒരു പക്ഷേ ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ അറിയില്ലെങ്കിൽ ഫേക്ക് അക്കൗണ്ട് അൺലിമിറ്റഡ് ആയിട്ട് മേക്ക് ചെയ്യുന്ന വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയ്ക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആ ഒരു വീഡിയോ കണ്ട ശേഷം എങ്ങനെ ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാമെന്ന് പഠിച്ചെടുക്കുക. എന്നിട്ട് നിങ്ങൾ സ്വന്തമായി ക്രിയേറ്റ് ചെയ്ത നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ ഫേക്ക് അക്കൗണ്ടിൻ്റെ യൂസർ നെയിമും പാസ്വേഡും ഈ സ്പേസിലായിട്ട് തെറ്റാതെ എൻ്റർ ചെയ്ത് കൊടുക്കുക. എൻ്റർ ചെയ്ത് കൊടുത്ത ശേഷം ഇവിടെ കാണാൻ വെച്ചാൽ വരെ നിങ്ങൾ ലോഗിൻ കൂടെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എൻ്റെ ഇവിടെ ഓട്ടോ ലോഗിനായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ലോഗിൻ ചെയ്ത് കയറി ഗൈസ്. കാരണം മുമ്പ് ഒരിക്കൽ ലോഗിൻ ചെയ്ത് ലോഗ് ഔട്ട് ചെയ്തതാണ്. അതുകൊണ്ടാണ് നമ്മൾ യൂസർ നെയിം പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുത്താൽ ഓട്ടോ ലോഗിനായി പോകും. അപ്പോൾ നിങ്ങൾ യൂസർ നെയിം പാസ്വേഡ് കൊടുക്കുക. ആദ്യമായിട്ട് കയറുന്നവർ യൂസർ നെയിമും പാസ്വേഡും കൊടുക്കുക. എന്നിട്ട് ലോഗിൻ ക്ലിക്ക് ചെയ്ത് കയറി പോകുക ഗൈസ്. അപ്പോൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസ് വരും ഗൈസ്. അപ്പോൾ ഇനി എങ്ങനെ ഫോളോവേഴ്സ് അയച്ചു കൊടുക്കാമെന്ന് നോക്കാം ഫ്രീ ആയിട്ട്. ഇതുപോലെ ഇൻ്റർഫേസ് വന്നല്ലോ ഗൈസ്. അപ്പോൾ ഇനി ഇവിടെ കാണാൻ വെച്ചാൽ വരെ 200 എന്ന് പറഞ്ഞ ഓപ്ഷൻ കൂടി 200. അപ്പോൾ അതിൻ്റെ മേലെ കൂടി ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഗൈസ്. ഇതാണ് ഫോളോവേഴ്സിൻ്റെ ക്രെഡിറ്റ്. 200 ക്രെഡിറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ മേലെ ക്ലിക്ക് ചെയ്ത ശേഷം കുറച്ച് ലോഡായിട്ട് ഇതുപോലെ പേജ് വരും ഗൈസ്. ഈ ഒരു പേജ് വന്നിട്ട് പേജ് ഒന്ന് മെല്ലെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കൊടുക്കുക. താഴോട്ടൊന്ന് മെല്ലെ സ്ക്രോൾ ചെയ്ത ശേഷം ഇവിടെ കാണാൻ വെച്ചാൽ യൂസർ നെയിം ചോദിക്കുന്നുണ്ട്. ഇവിടെ ഒരു സ്പേസ് ഉണ്ടല്ലോ ഗൈസ്. ഓക്കെ, ഇവിടെ കാണാം യൂസർ നെയിമിനായിട്ട് ഒരു സ്പേസ്. ഇവിടെ ആയിട്ട് നിങ്ങളുടെ ഏത് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലേക്കാണോ ഫോളോവേഴ്സ് കൂട്ടേണ്ടത് ആ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൻ്റെ യൂസർ നെയിം മാത്രം എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇവിടെ എൻ്റെ മല്ലുഗ്രോ എന്ന് പറയുന്ന അക്കൗണ്ടിലേക്കാണ് ഫോളോവേഴ്സ് കൂട്ടി പ്രൂഫ് കാണിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ മല്ലുഗ്രോ എന്ന് പറയുന്ന അക്കൗണ്ടിൻ്റെ യൂസർ നെയിം എൻ്റർ ചെയ്ത് കൊടുത്തു. നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ യൂസർ നെയിം കൊടുക്കുക. എന്നിട്ട് ഫൈൻഡ് യൂസർ എന്ന് പറയുന്ന ഓപ്ഷൻ്റെ മേലെ കൂടി ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഫൈൻഡ് യൂസർ ക്ലിക്ക് ചെയ്ത ശേഷം അടുത്തൊരു പേജ് കൂടെ വരും ഗൈസ്. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യുക ഗൈസ് എല്ലാവരും. ഓക്കെ ഗൈസ്, അങ്ങനെ ഫൈൻഡ് യൂസർ ക്ലിക്ക് ചെയ്ത ശേഷം ഇതുപോലെ പേജ് വന്നല്ലോ. ഈ ഒരു പേജ് വന്നിട്ട് പേജ് ഒന്ന് മെല്ലെ താഴോട്ട് ഒന്ന് സ്ക്രോൾ ചെയ്ത് കൊടുക്കുക. താഴോട്ട് ഒന്ന് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ ഇവിടെ കാണാൻ വെച്ചാൽ സെൻഡ് ഫോളോവേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ആയിട്ട് എൻ്റെ അക്കൗണ്ടിൻ്റെ പ്രൊഫൈൽ ഫോട്ടോ, അതായത് ഫോളോവേഴ്സ് കൂട്ടേണ്ട അക്കൗണ്ടിൻ്റെ പ്രൊഫൈൽ ഫോട്ടോ ഇവിടെ ഓപ്പൺ ആയി വന്നു ഗൈസ്. അപ്പോൾ എല്ലാവരും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫോട്ടോയും വന്നില്ലേ എന്ന് കൺഫേം ചെയ്യുക ഗൈസ്. നിങ്ങളുടെ പ്രൊഫൈൽ ഫോട്ടോ ഇവിടെ വരും ഗൈസ്. ഓക്കെ, അപ്പോൾ കൺഫേം ചെയ്യാൻ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഒരു പക്ഷേ വേറെ പ്രൊഫൈൽ ഫോട്ടോ, വേറെ ഏതെങ്കിലും ഫോട്ടോ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ യൂസർ നെയിം കൊടുത്തത് തെറ്റാണ്. അപ്പോൾ ബാക്ക് ക്ലിക്ക് ചെയ്ത ശേഷം ആദ്യം തൊട്ട് യൂസർ നെയിം എൻ്റർ ചെയ്യുക. എന്നിട്ട് കറക്റ്റായിട്ട് മൂവ് ചെയ്യുക ഗൈസ്. ഇനി ഇവിടെ കാണാൻ വെച്ചാൽ ഒരു നമ്പർ ഓഫ് ഫോളോവേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഡിഫോൾട്ട് ആയിട്ട് വെറും 15 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടല്ലോ. പക്ഷേ ഇവിടെ ഫോളോവേഴ്സ് അയച്ചു കൊടുക്കാൻ വേണ്ടി 200 ക്രെഡിറ്റ്സ് ഉണ്ട് ഗൈസ്. 200 ക്രെഡിറ്റ്സ് ഉണ്ട്. അപ്പോൾ എല്ലാവരും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 15 മേൽ ക്ലിക്ക് ചെയ്തിട്ട് അതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക ഗൈസ്. 15 മേൽ ക്ലിക്ക് ചെയ്തിട്ട് അതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക. ക്ലിയർ ചെയ്തിട്ട് അവിടെ 200 എന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എത്ര ഫോളോവേഴ്സ് കയറി വരുന്ന ലൈവായിട്ട് പ്രൂഫ് കാണിച്ചു തരാം ഗൈസ്. 200 കൊടുത്തല്ലോ. 200 കൊടുത്ത ശേഷം സ്റ്റാർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ്റെ മേലെ കൂടി ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ കാണാൻ വെച്ചാൽ സെൻഡിങ് എന്ന് പറഞ്ഞിട്ട് റിമൈൻ ടൈം ഉണ്ട്, സെൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റിമൈൻ ടൈം ഇവിടെ കാണിക്കുന്നത് 120 സെക്കൻഡാണ് ഗൈസ്. ഓക്കെ, 120 സെക്കൻഡിനുള്ളിൽ തന്നെ മുഴുവൻ ഫോളോവേഴ്സ് കയറി വരുമെന്നാണ് നമ്മുടെ വെബ്സൈറ്റ് അവകാശപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ഒരു ടൈമർ കാണുന്നുണ്ടല്ലോ ഗൈസ്. ഈ ടൈമർ ഉണ്ടല്ലോ അത് കുറഞ്ഞ് 0 ആവും ഗൈസ്. ഓക്കെ, 0 ആയ ശേഷമാണ് മുഴുവൻ ഫോളോവേഴ്സും കയറി വരിക. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. 0 ആയ ശേഷം നമ്മുടെ അക്കൗണ്ട് കയറിയിട്ട് ലൈവ് പ്രൂഫ് കാണിക്കുന്നുണ്ട് ഗൈസ്. മുഴുവൻ ഫോളോവേഴ്സും കയറിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെ 200 ക്രെഡിറ്റ്സിനുള്ള ഫോളോവേഴ്സ് കയറി എന്നാണ് പറയുന്നത്. അതുപോലെ സബ്മിഷൻ കംപ്ലീറ്റഡ് പറഞ്ഞിട്ട് നോട്ടിഫിക്കേഷനും വന്നു. അപ്പോൾ ഇനി അക്കൗണ്ട് കയറി നോക്കിയാൽ ഫുൾ ഫോളോവേഴ്സ് കയറിയതിൻ്റെ ലൈവ് നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കും ഗൈസ്.